നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ജ്യോതിഷ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നു ചതുർഗ്രഹ യോഗ നിരൂപണം. ഇവിടെ ചതുർഗ്രഹങ്ങൾ യോഗകർത്താക്കളായി വരുന്നത് ആദിത്യനും ചന്ദ്രനും വ്യാഴവും ശുക്രനുമാകുന്നു. ഈ 4 ഗ്രഹങ്ങളുടെ ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും യോഗം മൂലം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ജനിക്കുന്ന വ്യക്തിയെ അതെപ്രകാരം ബാധിക്കുന്നു എന്നതാണ് നമ്മുടെ ചർച്ച. ആദ്യം ശ്ലോകം വായിക്കാം, ശ്രദ്ധിക്കുക. സലിലമൃഗാരണ്യാനാം സ്വാമി സ്യാത് സൗഖ്യവാൻ നൃപതിപൂജ്യഃ ശുക്രാർക്കഗുരു ശശാങ്കൈഃ ഏകർച്ഛഗതൈഃ പുമാൻ നിപുണഃ. ഇവിടെ ഒരു നിപുണയോഗമുണ്ട്. സാധാരണ സൂര്യനും ബുധനും ഒന്നിച്ച് വന്നാൽ നിപുണയോഗമാണ്. ഇവിടെ സൂര്യനും ചന്ദ്രനും വ്യാഴവും ശുക്രനും 3 ശുഭഗ്രഹങ്ങൾ, ചന്ദ്രനും വ്യാഴവും ശുക്രനും ഒരു പാപഗ്രഹമായ സൂര്യനോടുകൂടെ വന്നാൽ അയാൾ നിപുണനാകുന്നു, സമർത്ഥനാകുന്നു. ഏകർച്ഛഗതേഹി, വൃക്ഷമെന്നാൽ രാശി എന്നാണ് അർത്ഥം. ഒരു രാശിയിൽ നിന്നാൽ അയാൾ നിപുണനാകുന്നു, വളരെ സമർത്ഥനാകുന്നു. പിന്നീട് അദ്ദേഹം ആരൊക്കെയാകുന്നു? സലില മൃഗാരണ്യാനാം സ്വാമി സഹ ഭവതി. അദ്ദേഹം സലില മൃഗ അരണ്യാനാം, സലിലമെന്നാൽ ജലാശയങ്ങളുടെയും മൃഗാരണ്യാനാം ധാരാളം മൃഗങ്ങൾ വസിക്കുന്ന വനത്തിൻ്റെയും കാട്ടിൻ്റെയും അധിപനാകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ, ഉദാഹരണമായി ഇന്ന് ഗുജറാത്തിൽ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ മൃഗശാലയുണ്ട്. 3000 ഏക്കർ സ്ഥലം കാട് പോലെ സംരക്ഷിച്ച് അതിൽ മൃഗങ്ങളെ വളർത്തി അതിൻ്റെ അധിപനാണ് അദ്ദേഹം. അദ്ദേഹം ധാരാളം കാശുണ്ടാക്കുന്നു. ഇന്ത്യ വിട്ട് വെളിയിൽ പോയാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കെനിയ, ഘാന, ടാൻസാനിയ മുതലായ ഘോരവനങ്ങളിൽ നമുക്ക് പെർമിഷനുണ്ട്. അവിടെ വണ്ടിയിൽ നമുക്ക് പോകാം, കാട്ടിൽ മൃഗങ്ങളെ വെടിവെക്കാം. അത് ഏറ്റവും വലിയൊരു ടൂറിസമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ധാരാളം പേർ കൊല്ലപ്പെടാറുണ്ട്. നമ്മൾ വേൾഡ് ആനിമൽ ലൈഫുമായി ബന്ധപ്പെടുന്ന TV ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അതാണ് നമുക്ക് ധാരാളം ആനിമൽ പ്ലാനറ്ററിയയിൽ നമ്മൾ ധാരാളമായി കണ്ടുവരുന്നത്. അങ്ങനെയുള്ള വലിയ കാടിൻ്റെ അധിപനാവുക, ജലാശയങ്ങളുടെ അധിപനാവുക. ഇന്ന് ജലാശയങ്ങളിലൊക്കെയാണ് വീഗാലാൻഡ് പോലുള്ള വലിയ സംരംഭങ്ങൾ വന്നിരിക്കുന്നത്. തണ്ടർ ബോൾട്ട്, വീഗാലാൻഡ്, ഇവിടെയൊക്കെ ജലാശയങ്ങളുമായി ബന്ധപ്പെടുന്ന ആധിപത്യം അപ്രകാരമാണ് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. അല്ലാതെ ധാരാളം ജലാശയങ്ങൾ അതൊക്കെ സർക്കാരിൻ്റേതാണ്. ഇന്ന് ജലാശയങ്ങളൊക്കെ സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. പക്ഷേ അപ്രകാരമുള്ള സ്ഥലങ്ങളിൽ അത് എന്ത് ചെയ്യുന്നു? അത് പ്രൊഫഷണലായി അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്ത് കാശുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള ജലാശയങ്ങളുടെയും ധാരാളം മൃഗങ്ങളുള്ള കാടിൻ്റെയും അധിപനാവുക എന്നൊരു ഫലമാണ് ഈ ചതുർഗ്രഹ യോഗത്തിലൂടെ സിദ്ധിക്കുന്നത്. അടുത്തതായി, അദ്ദേഹം സൗഖ്യവാനാണ്, വളരെ സുഖത്തോടുകൂടി ജീവിക്കുന്നു. നൃപതിപൂജ്യ, അദ്ദേഹത്തിനെ രാജാവ് പോലും അംഗീകരിക്കും, ബഹുമാനിക്കും. മേൽപ്പറഞ്ഞ ധനികനായൊരു വ്യക്തിയെ നിർബന്ധമായും സർക്കാരിന് വളരെയധികം ടാക്സൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് അംഗീകരിക്കും. ധനവാന്മാരുടെ സൗഹൃദം എപ്പോഴും സർക്കാരിലുള്ള ഉന്നതരും മന്ത്രിമാരും ഒക്കെ തന്നെ വെച്ച് പുലർത്തുകയും ചെയ്യും. നമ്മുടെ സമൂഹം അപ്രകാരമാണ്. യസ്യാസ്തി വിത്തം സനര കുലീനഹ, ആർക്കാണോ ധനമുള്ളത് അയാൾ പിന്നെ കുലീനനായി ഭവിക്കുന്നു. സ നര സ പണ്ഡിത സ സുതവാൻ ഗുണജ്ഞ, അദ്ദേഹം എല്ലാ ഗുണങ്ങളുടെയും മൂർത്തിമദ്രൂപമാണ്. അദ്ദേഹം സദസ്സിൽ സംസാരിക്കുന്നു. സയേവ വക്ത സജദർശനീയ, അദ്ദേഹമാണ് സദസ്സിൽ സംസാരിക്കാൻ പ്രാമുഖ്യമുള്ള വ്യക്തി. സജദർശനീയ, ജനങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടിക്ക് വേണ്ടി, അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി. സർവേ ഗുണ കാഞ്ചനമാശ്രയന്തി, എല്ലാ ഗുണങ്ങളും സ്വർണത്തെ, ധനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ ഈ ശ്ലോകം എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ള പ്രേക്ഷകർ, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്തേ.